സംസ്ഥാനത്തെ മികച്ച യുവകർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട മോനു വർഗീസ് മാമിനെയും ജില്ലയിലെ മികച്ച വാഴകർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട രതീഷ് രാഘവനെയും ബി.ജെ.പി. കർഷക മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.വി. രാമചന്ദ്രൻ ഷാളണിയിച്ച് ആദരിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് വാസുദേവൻ, ജില്ലാ പ്രസിഡന്റ് വി.സി. ഷാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട്, ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ്, പിറവം മണ്ഡലം സെക്രട്ടറി സജീവ് സി, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗീതാ നിരവത്ത്, ജനറൽ സെക്രട്ടറി അജി മലയിൽ, സുധീഷ് കുമാർ എസ്, അഞ്ജു രതീഷ് തുടങ്ങിയവർ സന്നിഹിതരായി. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു എന്തായി മാറുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു കർഷകനായിട്ട് ചെറുപ്പക്കാർ കടന്നു വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന ശ്രീ മോനു മാമനെ പോലെയുള്ളവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കും. നേതാക്കളെ വളരെയധികം സന്തോഷമുണ്ട് എന്നെ വീട്ടിൽ വന്ന് ആദരിച്ചതിൽ. നമുക്കറിയാം, കൃഷി ഓരോ ദിവസം ഇല്ലെന്നൂറും കുറഞ്ഞു പോവുകയാണ്. അപ്പം എന്നെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ യുവജനങ്ങളെയും ആദരിക്കുന്നതിന് തുല്യമാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ അതിനൊരു ഭാഗമാകാൻ എനിക്ക് കഴിയുന്നുണ്ട്. കാരണം സ്ഥലവും സൗകര്യമൊക്കെ തന്നപ്പം അതനുസരിച്ച് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്യുന്നൊരു തെറ്റാണ്. കാരണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കൃഷി ചെയ്യാനുള്ള. അപ്പോൾ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരണമെന്നാണ് ആഗ്രഹം. കൂടുതൽ യുവാക്കൾ വരട്ടെ. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിനുള്ള ഉപാധി മാത്രമല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഒരു വലിയൊരു ഘടകമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എല്ലാ വ്യവസായശാലകളിലും അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഓരോ കൃഷിയിടത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. അപ്പം കൃഷി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സമ്പത്തിൻ്റെ GDP 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ അത് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമ്പത്ത് ഓരോ ദിവസവും കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.